الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല രാവും പകലും മാറ്റി മാറ്റി കൊണ്ടുവരുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ഗുണപാഠങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാലത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. രാപ്പകലുകൾ മാറ്റുന്നതിലൂടെ കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും ധാരാളമുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരായത്തിൽ പ്രകാരം കാണാം, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നബിയെ, താങ്കൾ അവരോട് ചോദിക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ കാലാകാലം ഖിയാമത്ത് നാൾ വരെയും രാവ് തന്നെ നിങ്ങളുടെ മേൽ ആക്കി കഴിഞ്ഞാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ. അല്ലാഹു അല്ലാത്ത നിങ്ങൾ ആരാധിക്കുന്ന മറ്റ് ഏത് ആരാധ്യരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുതരിക? അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ എന്നവരോട് ചോദിക്ക്. രാവ് തന്നെ നിങ്ങൾക്കുള്ളൂ, പകലില്ല, വെളിച്ചമില്ല. മനുഷ്യന്റെ ജീവിതം ദുസ്സഹമായി തീരും, ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി തീരും. അപ്പോൾ അള്ളാഹു രാവും പകലും മാറി മാറി നിങ്ങൾക്ക് നൽകുകയാണ്, അത് അവൻ്റെ ഒരു അനുഗ്രഹമാണ്. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നബി അവരോട് ചോദിക്ക്, പകല് നിത്യം ഖിയാമത്ത് നാൾ വരെ അവർക്ക് പകല് മാത്രമേ ഉള്ളൂ, പകൽ അവരുടെ മേൽ അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബില്ലൈൽ തസ്കുനൂന ഫീ. നിങ്ങൾക്ക് രാത്രിയിൽ സുഖനിദ്ര നടത്താൻ, രാവിനെ നിങ്ങൾക്ക് കൊണ്ടുതരാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? വേറെ ഏത് ഇലാഹാണ്, ഏത് ആരാധ്യരാണ് നിങ്ങൾക്ക് രാവിനെ കൊണ്ടുതരിക? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. രാവും പകലും വളരെ കൃത്യമായി കൊണ്ട് മാറിമറിഞ്ഞു വരികയാണ്. നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ പലപ്പോഴും ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യത്തെ, അല്ലെങ്കിൽ അത് മുഖേന നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ, നേട്ടങ്ങളെക്കുറിച്ച് വിസ്മരിച്ചിരിക്കുകയാണ് മനുഷ്യർ. അതിനെക്കുറിച്ച് ആലോചിക്കാൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, മനുഷ്യന് സാധിക്കുന്നില്ല. രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. കാലത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കഠിനമായ ചൂടുള്ള കാലം വരും, ചിലപ്പോൾ നല്ല തണുപ്പുള്ള കാലം വരും. ഇങ്ങനെ കാലം മാറി മാറി വരികയാണ്.
ഇതിൽ വലിയ ഗുണപാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചിതമല്ലാത്ത വളരെ ശക്തമായ ചൂട് അനുഭവിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും വിശ്വാസിയായ ആളുകൾക്ക് പഠിക്കാൻ ധാരാളം പാഠങ്ങളുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഒരിക്കൽ ഒരു ജനാസയുമായി ബന്ധപ്പെട്ട് അതിനെ ദഫൻ ചെയ്യുന്ന സമയത്ത് ചില ആളുകളെ കണ്ടു. ഖദ് ഹറബൂ മിൻ ഹർരി ശംസി ഇല ദിൽ, കഠിനമായ ചൂടിൽ നിന്ന് അവർ തണലത്തേക്ക് ഓടിയൊളിക്കുകയാണ്, മാറുകയാണ്. ഇത് കണ്ടപ്പോൾ വതവഖൗ അൽ ഗുബാർ, ശരീരത്തിൽ പൊടി പുരളാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഫഅബ്കാഹു ഹാദൽ മൻദർ, ഈ ദൃശ്യം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയെ കരയിപ്പിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പാടുകയുണ്ടായി, മൻ കാന ഹീന തുസീബു ശംസു ജബ്ഹതഹു അവിൽ ഗുബാറു യഖാഫു ശൈന വശഅസ, സൂര്യന്റെ താപം നെറ്റിത്തടത്ത് പതിക്കുന്നതായ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ പൊടിപടലങ്ങൾ ഏൽക്കുന്നതായ സമയത്ത് ശരീരം വികൃതമാകുമെന്നും അതിൽ പൊടിപുരളുമെന്നും ഭയപ്പെടുന്ന മനുഷ്യ, അതേപോലെ ശരീരത്തിന്റെ സൗന്ദര്യം എന്നതും നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ പ്രസരിപ്പ് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് തണലുകളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന മനുഷ്യ, ഫസൗഫ യസ്കുനു യൗമൻ റാഗിമൻ ജദസ, തീർച്ചയായും നിന്റെ ഈ സുഖസൗകര്യങ്ങളെല്ലാം വിട്ടേച്ചുകൊണ്ട് ഈ തണലുകളെല്ലാം നിനക്ക് ഉപേക്ഷിക്കേണ്ടി വരും. എന്നിട്ട് ഖബറിൽ നീ പോയി കിടക്കേണ്ട അവസ്ഥ നിനക്കുണ്ടാവുക തന്നെ ചെയ്യും. ഫീ ദില്ലി മുഖ്ഫിറത്തിൻ ഗബ്റ മുദ്ലിമ, വളരെ ഇരുളാർന്ന പൊടി പടർന്ന ഏകാന്തമായ ഖബറിൽ നീ വസിക്കേണ്ടി വരും. യുതീലു തഹ്ത ഥറാ ഫീ ഗമ്മിഹൽ ലുബുസ, അവിടെ കഠിനമായ ചൂടിൽ മണ്ണിന്റെ താഴെ ദീർഘകാലം നീ കിടക്കേണ്ടവനാണ് എന്ന് നീ ഓർക്കുക. അതുകൊണ്ട് തജഹസി ബിജഹാസിൻ തബ്ലുഗീന ബി യാ നഫ്സു ഖബല അർറദാ ലം തുഖ്ലഖി അബസ, അല്ലയോ മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വൃഥാവിലല്ല, വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിന്റെ സൃഷ്ടിപ്പിലുണ്ട്. അതുകൊണ്ട് നീ നിന്നെ ഖബറിൽ കൊണ്ടുവയ്ക്കപ്പെടുന്നതിന് മുമ്പ് അവിടെയുള്ള സുഖം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളുക, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നീ നടത്തിക്കൊള്ളുക എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല പാടുകയുണ്ടായി. അപ്പോൾ ചൂട് കഠിനമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ വെപ്രാളം കാണിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ മനസ്സിൽ വന്നിരിക്കുന്ന ചിന്ത ഇതാണ്: ഇതിനേക്കാൾ കഠിനമായ ചൂട് ഞാൻ അനുഭവിക്കേണ്ടതുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ തേടേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ എന്നുള്ള ബോധമാണ് അദ്ദേഹത്തിനുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. ഈ കൂട്ടർ, ഈ മനുഷ്യർ, അവർ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണ്, ഭൂമിയിലുള്ള ആരോഗ്യത്തെ, ഇവിടെയുള്ള സന്തോഷത്തെ, ഇവിടെയുള്ള സൗഭാഗ്യങ്ങളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതിനു പിന്നിൽ കഠിനമായ ഭാരമേറിയ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ പലരും പുറന്തള്ളിയിരിക്കുകയാണ്, അതിനെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചൂട് ശക്തം തന്നെയാണ്. ഇവിടെ നമുക്ക് ചൂടിനെ തണുപ്പിക്കാനുള്ള പല മാർഗങ്ങളുണ്ട്, ശീതീകരിച്ച വാഹനങ്ങളുണ്ട്, വീടുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് നാം പരിശ്രമിക്കുന്നുണ്ട്, സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് കഠിനമായ ഭാരമേറിയ ഒരു ദിവസത്തിൽ അതിശക്തമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളയാള് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഭൂമിയിലുള്ള ജീവിതം കർമ്മത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ആഖിറത്തിൽ അവന്റെ കർമ്മത്തിന് അനുസൃതമായി കൊണ്ട് ഒന്നുകിൽ രക്ഷയുണ്ടാകും, അല്ലെങ്കിൽ ശിക്ഷയുണ്ടാകും. ആഖിറത്തിൽ മനുഷ്യൻ നേരിടേണ്ട രക്ഷയെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചും അതിന്റെ ഒരു ചെറു മാതൃക അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട്
ആഖിറത്തിലുള്ള ശിക്ഷ ഇതിനേക്കാൾ കഠിനമാണ് എന്ന് ബോധത്തോടെ ആഖിറത്തിൽ ലഭിക്കുന്ന സുഖസൗകര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മത്തിലേർപ്പെടുക. ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഒരു ഹദീസിൽ കാണാം, ഇദഷ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാ. ചൂട് ശക്തമായി കഴിഞ്ഞാൽ നിങ്ങൾ ദുഹ്ർ നമസ്കാരത്തെ കുറച്ച് പിന്തിച്ചു കൊള്ളുക. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. അതികഠിനമായ ചൂട് അത് ജഹന്നമിൽ നിന്നുള്ളതായ ഒരു ഫൈഹാണ്, അതിൽ നിന്നുള്ള ഒരു കാറ്റാണ്, കാറ്റടിച്ചു വീശുന്നതാണ്. ഉലമാക്കൾ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, ചൂടിന് പല കാരണങ്ങളുണ്ടാകാം. ഭൗതികമായ ഹിസ്സിയായ ചില കാരണങ്ങളുണ്ട്, ആത്മീയമായ ചില കാരണങ്ങളുമുണ്ട്. ഇത് രണ്ടും തആറുദ് വൈരുദ്ധ്യങ്ങളാകുന്നില്ല എന്ന് ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് കാണാം. ഈ ഹദീസ് വളരെയധികം പ്രബലമായ ഹദീസാണ്. കഠിനമായ ചൂട് നരകത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ഒരു കാറ്റിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ അസർ, അതിന്റെ പ്രതിഫലനം, അതിന്റെ സ്വാധീനം ശക്തമായ ചൂടിലുണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നത് കാണാം. അതേപോലെ തന്നെ സൂര്യന്റെയും ഭൂമിയുടെയും എല്ലാം ചലനങ്ങളും അതിൽ ഭാഗം തന്നെയാണ്. അതും ചില ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഭൗതികമായ ചില കാരണങ്ങളുണ്ട്, ആത്മീയമായ ചില കാരണങ്ങളും അതിനുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഷ്തകത്തിന്നാറു ഇലാ റബ്ബിഹ. നരകം അതിന്റെ റബ്ബിനോട് പരാതി പറഞ്ഞു, യാ റബ്ബി അകല ബഅദീ ബഅദാ. അല്ലയോ റബ്ബേ, എന്റെ ചില ഭാഗങ്ങൾ മറ്റ് ചില ഭാഗങ്ങൾ ഭക്ഷിക്കുകയാണ് അതികഠിനമായ ചൂടിനാൽ. ഫഅദിന ലഹാ ബിനഫസൈൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് 2 ഉച്ഛ്വാസങ്ങൾ പുറത്തേക്ക് തള്ളാൻ അനുമതി നൽകി. നഫസിൻ ഫി ശിതാ വ നഫസിൻ ഫി സ്വൈഫ്. ഒരു ഉച്ഛ്വാസം അതികഠിനമായ ഷിതാഇന്റെ ശൈത്യത്തിന്റെ സമയത്താണ്, മറ്റൊന്ന് അതിശക്തമായ വേനലിന്റെ സമയത്താണ്. നരകത്തിലുള്ള ശിക്ഷകൾ 2 രീതിയിലാണ്. ഒന്നുകിൽ കഠിനമായ സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അല്ലെങ്കിൽ കഠിനമായ സഹിക്കാൻ സാധിക്കാത്ത ചൂട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹർരി വ അശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ. അതാണ് ആ ഉച്ഛ്വാസത്തിന്റെ ഫലമായിക്കൊണ്ട്, അതിന്റെ അസറായിക്കൊണ്ടാണ് നിങ്ങൾ കഠിനമായ ചൂട് അനുഭവിക്കുമ്പോൾ ആ ചൂട് അതിന്റെ ഒരു ഫലമാണ്, അതിന്റെ റിസൾട്ടാണ്. അതേപോലെ അതികഠിനമായ തണുപ്പും അതിന്റെ ഒരു ഭാഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നരകം അതികഠിനമാണ്. ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അതിലുള്ളത്. അതേപോലെ തന്നെ തണുപ്പാണെങ്കിൽ എങ്ങനെ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം വിവരിക്കുന്നുണ്ട് അതിന്റെ ഭയാനകതയെ സംബന്ധിച്ച്. അള്ളാഹു പറയുന്നത് കാണാം, വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. കുഫാറുകളായ ആളുകൾക്ക്, തങ്ങളുടെ റബ്ബിനെ നിഷേധിക്കുന്ന കുഫാറുകളായ ആളുകൾക്ക് നരകത്തിന്റെ ശിക്ഷയുണ്ട്. വബിഅ്സൽ മസീർ. അത് വളരെ മോശപ്പെട്ട ഒരു സങ്കേതമാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖാ. അവർ അതിലേക്ക് ഇടപെട്ടാൽ അതിൽ നിന്ന് വലിയൊരു ഗർജനം അവർ കേൾക്കുന്നതാണ്. വഹിയ തഫൂർ. അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. തകാദു തമയ്യസു മിനൽ ഗൈദ്. കോപത്താൽ അത് പൊട്ടിപ്പിളരുമാറായിട്ടുണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഓരോ വിഭാഗം ആളുകളെയും അതിലേക്ക് കൊണ്ടുപോയി തള്ളുമ്പോൾ അതിന്റെ കാവൽക്കാർ ചോദിക്കും, നിങ്ങളിലേക്ക് ഈ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന താക്കീതുകാരും വന്നില്ലയോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, പഠിപ്പിക്കാൻ അമ്പിയാക്കൾ വന്നില്ലയോ? പ്രവാചകർ ഒത്തിയില്ലയോ എന്ന് അവരോട് ചോദിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇത് ഈ സൂറത്തുൽ മുൽക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ രാത്രിയിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്തിരുന്ന സൂറത്താണ്. വലിയ പാഠമുണ്ട് നരകത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ച്, അവിടെ ഉണ്ടാകുന്ന അട്ടഹാസങ്ങളെ കുറിച്ച്, അവിടെയുള്ളതായ തീയിന്റെ ചൂടിനെ സംബന്ധിച്ച് മനുഷ്യ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിരന്തരം അത് പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം. മനുഷ്യർ ഭൂമിയിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നതായ തീയുണ്ടല്ലോ, അത് നരകത്തിന്റെ ചൂടിന്റെ 70 ഒരു ഭാഗം മാത്രമാണ്.
നരകത്തിലുള്ള ചൂടിന്റെ 70 ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയിന്റെ കാഠിന്യം അത്രയേ ഉള്ളൂ. സ്വഹാബികൾ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, വല്ലാഹി ഇൻ കാനത് ലകാഫിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലേ, അത് തന്നെ മതിയായതാണല്ലോ ശിക്ഷിക്കപ്പെടാൻ. ഭൂമിയിലെ തീ തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല, അതിനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അതികഠിനമായി ചൂടുള്ളതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബി69 ജുസ്അ. അല്ല, ഭൂമിയിലെ ചൂടല്ല ചൂട്, അതിന്റെ മേൽ 69 മടങ്ങ് അധികരിക്കപ്പെടുന്നതാണ്. കുല്ലുഹാ മിസ്ലു ഹർരിഹാ, ഓരോന്നും അതേപോലെ ചൂടുള്ളതാണ്. അപ്പോ ഭൂമിയിലുള്ള തീയിന്റെ 69 മടങ്ങ് വർദ്ധിപ്പിക്കപ്പെടുന്നതായ ചൂടാണ് നരകത്തിന്റെ ചൂട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കൽ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അതികഠിനമായ ചൂടാണ്. ചൂട് അധികമാകുമ്പോൾ മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈന്തപ്പന മരങ്ങൾ കായ്ച്ച് ഫലം കായ്ച്ച് വിളവെടുപ്പിനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വിളവെടുപ്പിനുള്ള ധൃതിയിലാണ് പലരും. ചൂടാണെങ്കിൽ അതികഠിനമാണ്, യുദ്ധം ചെയ്യാൻ പ്രയാസകരമായ സന്ദർഭം. ഈ സമയത്ത് ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ അവിടെ അടങ്ങിയിരുന്ന മദീനയിൽ തന്നെ ഇരുന്ന ആളുകൾ സന്തോഷിക്കുകയാണ്. വകരിഹു അൻ യുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അവർ അവരുടെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് വെറുക്കുകയും ചെയ്തു. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർ, ഈ കഠിനമായ ചൂടിൽ നിങ്ങൾ ജിഹാദിന് പോകേണ്ടതില്ല, ഇത് അപകടമാണ് എന്ന് മുനാഫിഖീങ്ങളായ ആളുകൾ സ്വഹാബികൾ ഉപദേശിച്ചു. ഈ കഠിനമായ ചൂടിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, യുദ്ധത്തിന് പോകേണ്ടതില്ല. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നബി അവരോട് പറയുക, നരകത്തിന്റെ ചൂട് അതിനേക്കാൾ കഠിനമായ ചൂടുള്ളതാണ്. ലൗ കാനു യഫ്ഖഹൂൻ, അവർക്ക് എന്തെങ്കിലും വെളിവുണ്ടെങ്കിൽ, വിവരമുള്ളവരാണെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ. ഫൽയദ്ഹകൂ ഖലീല, അതുകൊണ്ട് അവർ കുറച്ച് മാത്രം ചിരിച്ചാൽ മതി, കുറച്ച് ചിരിച്ചാൽ മതി. അവർ വൽയബ്കൂ കസീറ, അവർ ധാരാളമായി കരഞ്ഞുകൊള്ളട്ടെ. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തിരിക്കുന്ന പാപങ്ങളുടെ പ്രതിഫലനമെന്നോണം അവർ ധാരാളം കരയട്ടെ. കരയുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. നരകത്തെക്കുറിച്ച് ഓർത്താൽ, അതിന്റെ ചൂടിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മനുഷ്യൻ ചിരിക്കുന്നവനാവുകയില്ല, വളരെ കുറച്ചേ അവൻ ചിരിക്കുകയുള്ളൂ. കഠിനമായി ധാരാളമായി അവൻ കരഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. സലഫു സ്വാലിഹീങ്ങൾ പറയുമായിരുന്നു, അജബൻ ലിമനിത്തഖാ ഹർറ സ്വൈഫ് ഫിദ്ദുനിയ, ദുനിയാവിലെ വേനലിന്റെ ചൂടിനെ അതിനെ തൊട്ട് കാവൽ നേടുന്ന, അത് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എത്ര അത്ഭുതകരമാണ്. കൈഫ ലാ യത്തഖീ ബിജ്തിനാബി ദുനൂബി ഹർറ ജഹന്നമ യൗമൽ ഖിയാമ, പക്ഷേ ഖിയാമത്ത് നാളിൽ നരകത്തിന്റെ ശിക്ഷ, അതിന്റെ ചൂടിൽ നിന്ന് തന്നെ സംരക്ഷിക്കാൻ പാപങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നുമില്ല. നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പാപങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, നന്മകൾ ചെയ്യേണ്ടതുണ്ട്, അതിനവൻ സന്നദ്ധനല്ല. പക്ഷേ ദുനിയാവിന്റെ ചൂട് വരുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ, അതിൽ നിന്ന് സംരക്ഷണം നേടാൻ, അതിനെ പ്രതിരോധിക്കാൻ അവൻ വ്യത്യസ്ത മാർഗങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതകരമാണ് എന്ന് സലഫുകൾ ചോദിക്കുമായിരുന്നു. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ നൽകപ്പെടുന്ന നരകത്തിന്റെ ആളുകൾ, അത് ലറജുലുൻ തൂദഉ ഫീ അഖ്മസി ഖദമൈ, ഒരു മനുഷ്യനാണ്, അവന്റെ 2 കാൽപാദത്തിന്റെ അഖ്മസ് എന്ന് പറഞ്ഞാൽ കാൽപാദത്തിന്റെ താഴെ നിലത്ത് മുട്ടാതെ വളഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അവിടെ എന്ത് ചെയ്യും, ഒരു ജംറത്ത് വയ്ക്കും, ഒരു തീക്കനൽ വെച്ചു കൊടുക്കും. യഗ്ലി മിൻഹാ ദിമാഗുഹു, അത് മുഖേന അവന്റെ തല തിളച്ചുമറിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഏറ്റവും ചെറിയ നിസ്സാരമായ നരകത്തിൽ നൽകപ്പെടുന്ന ശിക്ഷയിൽ ഏറ്റവും നിസ്സാരമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ജംറത്ത്, ഒരു തീക്കനൽ കാലിന്റെ താഴെ വച്ചാൽ തല തിളച്ചുമറിയുമാറ് കഠിനമാണ് നരകത്തിന്. അതിൽ നിന്ന് രക്ഷ നേടാൻ പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ. അതിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടി സ്വർഗത്തിൽ കയറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടവൻ എന്ന്
മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ശവ്വാൽ മാസം ഏകദേശം ഒരാഴ്ച കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ റമദാനിലെ ഫർദായ നോമ്പിന് ശേഷം 6 ദിവസത്തെ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പെരുന്നാളിന് ശേഷം 6 ദിവസങ്ങൾ തുടർച്ചയായി നോമ്പനുഷ്ഠിക്കലാണ് ശ്രേഷ്ഠമായ കാര്യം. എന്നാൽ ശവ്വാലിൽ ഏത് ദിവസങ്ങളിലും ആ നോമ്പ് അനുഷ്ഠിച്ച് പൂർത്തീകരിക്കാവുന്നതാണ്. ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ചൂട് കഠിനമായ സമയങ്ങളിൽ ചെയ്യുന്ന ഇബാദാത്തുകൾക്ക് അതിന് പ്രതിഫലം ഏറെയാണ് എന്നുള്ളതൊരു ഖായിദയാണ്, ഒരു തത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഇന്ന ലക്കി മിനൽ അജ്രി അലാ ഖദ്രി നസബകി വ നഫഖതകി, നിനക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തിന്റെ ഖദർ, അതിന്റെ വണ്ണം നീ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെയും നീ ചിലവഴിക്കുന്ന സമ്പത്തിന്റെയും ഖദർ അനുസരിച്ചാണ്. അപ്പോൾ ഒരു ഇബാദത്ത് ചെയ്യുകയാണ്, ആ ഇബാദത്തിൽ നിനക്ക് എത്ര പ്രയാസം നേരിടുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രതിഫലത്തിന് വണ്ണമേറും. നീ എത്ര സമ്പത്ത് ചെലവഴിക്കുന്നുവോ അതിനനുസരിച്ച് അതിന്റെ പ്രതിഫലം വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഇമാം ഹാക്കിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ചൂടുള്ള സമയത്ത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീരത്തെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമമാക്കിയതല്ല. ശരീരത്തെ ഉപദ്രവിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലല്ല. നേരെ മറിച്ച് ശർഈയായ നിയമപരമായ ഒരു കർമ്മം എന്ത് ചെയ്യുന്നു? അനുഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായി അവന് ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് മുഖേന എന്തുണ്ടാകും? അവന് പ്രതിഫലം അധികരിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം. ഹാദാ ളാഹിറുൻ ഫി അന്ന സവാബ വൽ ഫദ്ല ഫിൽ ഇബാദതി യക്സുറു ബികസ്റത്തി നസബി വൻ നഫഖ. ഈ ഹദീസ് വളരെ പ്രത്യക്ഷമായി പഠിപ്പിക്കുന്ന കാര്യം, ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യുന്നു, അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രതിഫലവും അധികരിക്കുന്നതാണ്. എപ്പോൾ അധികരിക്കും? അവൻ ആ ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസത്തെയും ചെലവഴിക്കുന്ന സമ്പത്തിന്റെയും വലുപ്പമനുസരിച്ച് ആ കർമ്മത്തിന്റെ പ്രതിഫലവും ശ്രേഷ്ഠതയും ചെയ്യും, വർദ്ധിക്കും എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വൽ മുറാദു അൻ നസബുൽ ലദീ ലാ യദുമ്മുഹു ശറഅ. ഇവിടെ പ്രയാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശറഅ ആക്ഷേപിച്ചിരിക്കുന്നതായ പ്രയാസമല്ല, അല്ലെങ്കിൽ ശറഅ ആക്ഷേപിച്ചിരിക്കുന്നതായ ചെലവ് ചെയ്യലുമല്ല. അതായത് സുബ്ഹ് നമസ്കാരത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് ലളിതമാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ എന്ത് ചെയ്യുന്നു? വളരെ കഠിനമായിട്ട് എന്ത് ചെയ്യുന്നു? രാവിലെ തന്നെ എഴുന്നേറ്റ് സുബ്ഹ് നമസ്കാരം ഒരു 10-15 പേജ് ഖുർആൻ ഓതിക്കൊണ്ട് വളരെ ദീർഘമായി സുജൂദ് ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇത് ശർഅ പ്രോത്സാഹിപ്പിക്കുന്ന പ്രയാസമല്ല. അവിടെ ശർഅ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? അത് ലഘുവാക്കാനാണ്. അതേപോലെ തന്നെ ചെലവഴിക്കേണ്ട രീതിയിൽ മിതമായിട്ടാണ് ചെലവഴിക്കേണ്ടത്. ഒരാൾ വളരെയധികം ദൂർത്തായിട്ട് ചെലവഴിക്കുന്നു ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശർഈയായ നിലയിൽ, നിയമപരമായ നിലയിൽ ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന് പ്രയാസം അധികം ഏൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും വേനൽക്കാലത്ത് ചൂടുള്ള സമയത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പ്രയാസമുണ്ടാകും. സ്വഹാബികളിൽ പലരും സ്വൈഫിൽ വേനൽക്കാലത്ത് നോമ്പനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരായിരുന്നു. ഇത് ധാരാളം റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണസമയത്ത് തന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് ഉപദേശം കൊടുത്തത് കാണാം. അവിടെ പറഞ്ഞു, ഈമാൻ കാര്യങ്ങളെ കുറിച്ച് വസിയ്യത്ത് ചെയ്തു. അലൈക ബിഖിസാലിൽ ഈമാൻ, ഈമാനിന്റെ കാര്യങ്ങൾ താങ്കൾ മുറുകെ പിടിച്ചുകൊള്ളണം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അസ്സിയാമു ഫീ ഷിദ്ദത്തിൽ ഹർരി ഫി സ്വൈഫ്, വേനലിൽ അതികഠിനമായ സമയത്ത് നീ നോമ്പനുഷ്ഠിക്കണം.
എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകന് നൽകിയിരിക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, സൂമു യൗമൻ ശദീദൻ ഹർറു ലിഹർരി യൗമിൻ നുഷൂർ. അതിശക്തമായ ചൂടുള്ള ഒരു ദിവസം നീ നോമ്പനുഷ്ഠിക്കുക. എന്തിനു വേണ്ടി? യൗമുൻ നുഷൂറിൽ, ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായ ദിവസത്തിൽ അതികഠിനമായി ചൂടായിരിക്കും. സൂര്യൻ മനുഷ്യരുടെ തലയുടെ മുകളിൽ അതിശക്തമായി കത്തിക്കൊണ്ടിരിക്കും. ഈ സമയത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ അതികഠിനമായ ചൂടുള്ള ഒരു ദിവസത്തിൽ നീ എന്ത് ചെയ്തോ? നോമ്പനുഷ്ഠിച്ചു കൊള്ളുക. വസല്ലു റകഅതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ. ഖബറിലെ കഠിനമായ ഇരുളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ രാത്രിയുടെ ഇരുളിൽ നീ 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചൂടുകാലത്ത് നോമ്പനുഷ്ഠിക്കൽ പ്രതിഫലം കൂടുതൽ കിട്ടാൻ ഇടയാക്കുന്ന കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ആരെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ചൂടിൽ നിന്ന് അവന്റെ മുഖത്തെ 70 വർഷത്തെ അകലത്തേക്ക്, 70 വർഷം ദൂരം സഞ്ചാര ദൂരത്തേക്ക് അവന്റെ മുഖത്തെ അകറ്റുന്നതാണ്, വിദൂരത്താക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഷവ്വാലിലെ നോമ്പ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഈ ദിവസങ്ങളിലുള്ള നോമ്പ് പ്രതിഫലാർഹമാണ്, അത് കൂടുതൽ പുണ്യമേറിയതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ചൂട് അതിശക്തമാകുമ്പോൾ ഈ കാലത്തെ ശപിക്കുക എന്നുള്ളത്, അതിന് കുറ്റം പറയുക എന്നുള്ളത്, അത് ശർഈയായിട്ട് പാടില്ലാത്ത കാര്യമാണ്. ഖുദൂസിയായ ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞു, യുഅദീനി ഇബ്നു ആദം, മനുഷ്യർ എന്നെ പ്രയാസപ്പെടുത്തുകയാണ്. യസുബ്ബുദ്ദഹർ, എന്താണത്? അവർ കാലത്തെ ചീത്ത പറയുന്നു, ആക്ഷേപിക്കുന്നു. വ അനദ്ദഹ്റു, ഞാനാണ് കാലത്തെ നിയന്ത്രിക്കുന്നവൻ. ബിയദിൽ അംറു ഉഖല്ലിബുൽ ലൈല വന്നഹാർ, എൻ്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു? രാവിനെയും പകലിനെയും ഞാനാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചൂടുള്ള കാലവും അതേപോലെ തന്നെ തണുപ്പും മഴയും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അതിൽ തൃപ്തി അടയുക എന്നുള്ളത്, അതിന് ചീത്ത പറയുക എന്നുള്ളത് വിശ്വാസികൾക്ക് ചേർന്നതല്ല. അതിൽ തൃപ്തി അടയുക എന്നുള്ളതാണ് വിശ്വാസം ചെയ്യേണ്ടത്. ഇന്ന് കഠിനമായ ചൂടാണ് എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ പൊറുതികേട് കാണിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായ കാര്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചൂട് ശക്തമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ശക്തമായ ചൂടിൽ ശരീരത്തിന് വിയർപ്പുണ്ടാകും. വിയർപ്പുണ്ടെങ്കിൽ പൊടിപടലങ്ങളും മറ്റുമെല്ലാമായി പലപ്പോഴും ശരീരം വൃത്തിഹീനമാകും. അതിൽ നിന്ന് ദുർഗന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്, അതിനെ കഴുകി വൃത്തിയായി കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുന്നത് കാണാം, വസ്തഹിബ്ബുൽ ഗുസ്ല ഇൻദ തഗയ്യുരിൽ ബദൻ, ശരീരം പകർച്ചയാകുമ്പോൾ, അതായത് അതിന് ദുർഗന്ധമുണ്ടായാൽ കുളിക്കുന്നതിന് ഞാൻ മുസ്തഹബായിട്ട് കാണുകയാണ്, നല്ലതായിട്ട് ഞാൻ കാണുകയാണ്. ബിൽ ആറഖി വഗൈരിഹി തൻദീഫൻ ലിൽ ബദനി, അത് വിയർപ്പ് കൊണ്ടോ അതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടോ ശരീരത്തിന് ദുർഗന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുളിക്കണം എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല പഠിപ്പിക്കുന്നുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞത് കാണാം, വയജിബു ഗസ്ലുൽ ജുമുഅ, ജുമുഅ ദിവസം കുളിക്കൽ അതിന്റെ അടിസ്ഥാന സുന്നത്താണ്. എന്നാൽ ജുമുഅ ദിവസം കുളിക്കൽ നിർബന്ധമായി തീരും. അലാമൻ ലഹു ഇർഖുൻ ഔ റീഹുൻ യതഅദ്ദാ ബിഹി ഗൈറു, അവന്റെ ശരീരത്തിൽ ധാരാളം വിയർപ്പുണ്ട്, അത് മുഖേന അല്ലെങ്കിൽ ദുർഗന്ധമുണ്ട്, മറ്റുള്ളവർക്ക് പ്രയാസമാകും. അങ്ങനെയാണ് എങ്കിൽ കുളിച്ചിട്ട് എന്ത് ചെയ്യാവൂ? പള്ളിയിൽ പോകുക, അത് നിർബന്ധമായി തീരും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ ചൂട് ശക്തമായ കാലത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? കുളിയും ശരീരത്തെ വൃത്തിയാക്കലും അതിൽ നിന്ന് രോമങ്ങൾ നീക്കേണ്ട രോമങ്ങൾ നീക്കം ചെയ്യലുമെല്ലാം അനിവാര്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു മരിക്കുവോളം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولوالدينا كما ربونا صغارا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.